ബാങ്കോക്കിൽ ചില സ്ഥലങ്ങളിൽ അലേർട്ട് ഉണ്ട്. കാരണം ഇവിടുത്തെ ഒരു ചായപ്ര റിവർ സൈഡിൽ ഡാം ഓപ്പൺ ആയിട്ട് ഫുള്ള് വെള്ളം കയറുന്നതിന് വാണിംഗ് ഇവിടെയുണ്ട്. ഹലോ ഗായ്സ്, മേക്ക് ടൈം ടു സീ ദ വേൾഡ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം എപ്പിസോഡ് നമ്മൾ കാണിക്കാൻ പോകുന്നത് റാങ്ക് സീറ്റിലെ ഒരു വാക്കിംഗ് ബ്രിഡ്ജാണ്. കോവിഡ് ടൈമിൽ എന്താ പറയുക, ഒരുപാട് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ആരും വരാണ്ടുള്ള ഒരു എന്താ പറയുക, ഫുള്ള് താമരേൻ്റെ കുറേ താമരകൾ കാണാം. അതിൻ്റെ നടുവിലേക്ക് നമുക്ക് നടക്കുന്ന ഒരു വാക്കിംഗ് ബ്രിഡ്ജാണ്. പക്ഷേ ഇത് ഫുൾ നശിച്ചു പോയി, ഇപ്പോൾ ആരുമില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നശിച്ചു വരുന്നുണ്ട്. ആ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം, കാരണം നല്ലൊരു ആൾക്കാരെല്ലാം കുറേ വന്ന് ഇവിടെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ ആരുമില്ല, ഈ സംഭവം നശിച്ചു പോയി. ഇപ്പം അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ റാങ്ക് സീറ്റിൽ വന്നെടുത്ത്. റാങ്ക് സീറ്റിലാണ് ഈ സ്ഥലമുള്ളത്. നമ്മളെ പിങ്കി ബേബി ഫുള്ള് മഴയെല്ലാം നനഞ്ഞിട്ട് മൊത്തത്തിൽ ചളിയാണ്ടോ, ഫുള്ള് കോലായിട്ടില്ലേ. ഇന്നൊരു ലോങ് റൈഡായിരുന്നുണ്ടോ, ഫുള്ള് ചളിയായി മൊത്തം റാങ്ക് സീറ്റിലേക്ക് പോയി. മഴയായിരുന്നു, ഫുൾ ഡേ മഴയായിരുന്നു കണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം എന്ന് പറഞ്ഞാൽ അധികം മെയിൻ്റെനൻസും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒക്ടോബർ, ഇപ്പോൾ തായ്ലൻഡിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഒക്ടോബറിലായിരുന്നു ആദ്യം ടൂറിസ്റ്റ് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒക്ടോബറിൽ ഓപ്പൺ ആവുന്നില്ല, നവംബറിലേക്ക് അത് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. 14 ദിവസം ക്വാറന്റൈൻ ഇപ്പോഴുണ്ട്. ടൂറിസ്റ്റുകൾക്ക് 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞാൽ മാത്രമേ തായ്ലൻഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സാൻഡ് ബോക്സ് പ്രോജക്റ്റ് പ്രകാരം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും തന്നെ ഇപ്പോൾ അപ്ഡേറ്റഡ് അല്ല. എന്നാൽ പോലും നവംബറിലെല്ലാം തന്നെ ഓപ്പൺ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തായ്ലൻഡിലെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെ ടൂറിസം വളരെ ഡൗൺ ആയിട്ട് ഇവിടുത്തെ കുറച്ച് സീനുകൾ നമുക്ക് കാണാം. ഓക്കെ, ചൈനീസ് മോഡലിലെ അമ്പലമാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെസ്ക്യൂവിൻ്റെ നല്ല ഗംഭീരമായ വണ്ടിയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ തായ്ലൻഡിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നല്ല ഗംഭീരമായ വണ്ടി ഉണ്ടോ, പൊളിയല്ലേ. ലൈറ്റിലും കണ്ടോ റെസ്ക്യൂ മിഷൻ്റെ, ടയറിലും കണ്ടോ, എന്താണ് ടയർ, വലിയ ടയർ കണ്ടോ. ഇതാണ് അമ്പലം കണ്ടോ. കുറേ റെസ്ക്യൂ മിഷൻ്റെ കുറേ വണ്ടികൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ എന്താ പറയുക, അതായത് ഓഗസ്റ്റ് മാസം പട്ടായലിന് ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരു വെള്ളപ്പൊക്കം പോലത്തെ സംഭവം ഉണ്ടായി. ഇപ്പോഴും ബാങ്കോക്കിൽ ചില സ്ഥലങ്ങളിൽ അലേർട്ട് ഉണ്ട്. കാരണം ഇവിടുത്തെ ഒരു ചായപ്ര റിവർ സൈഡിൽ ഡാം ഓപ്പൺ ആയിട്ട് ഫുള്ള് വെള്ളം കയറുന്നതിന് വാണിംഗ് ഇവിടെയുണ്ട്. ആ ഒരു അപ്ഡേറ്റ്സും കൂടി തായ്ലൻഡിൽ ഇപ്പോൾ ഉണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ നോക്കണ്ടോ, കുറേ ചൈനീസിൻ്റെ ഇതിൽ അവർ ചെയ്തിട്ടുണ്ടോ. China ก็โอเคนะ China โอเคนะ โอเคชื่ออะไรครับ ครับชื่อฟางครับ ทำงานที่นี่เหรอ ทำงานที่นี่ครับอยู่กู้ภัย โอ้ยโอเคโอเคครับโอเคครับผมก็ เชิญท่านนาย โอเคครับrescue team นะഓ ഓക്കെครับഉണ്ടോ. ഇത് നമ്മുടെ ചൈനീസിൻ്റെ മോഡലിലെ ഒരു വലിയ വയറിലൊരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് കാണാം കേട്ടോ. ഗംഭീരമായ അമ്പലമാണ്. നോക്കാം. നമ്മുടെ ചൈനീസിൻ്റെ എന്തൊരു സംഭവമാണ്, ദൈവമാണ്. ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ടാണ്. നല്ല ഗംഭീരമായ
Anh đi chân sông đai nào cậu? Đai chân sông đai nào? Ok cậu. ഇവിടെ വലിയൊരു ചെണ്ടുണ്ടോ? ചെണ്ട് നമുക്ക് മേലെ പോയി നമുക്ക് രണ്ടാമത്തെ നിലയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പോകാൻ പറ്റുന്ന പറയുന്നു. ഇവിടെ ഫുള്ള് ഇവിടെ ഇതൊന്നുമില്ല, ഒരു വാതിലുണ്ട് കണ്ടോ. ഫുള്ള് റെസ്ക്യൂ ടീമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ. ഒരു മനുഷ്യൻ ഒരാളും ഇല്ല. ഹലോ വാ. കാരണം ഞാൻ ഈ അമ്പലത്തെപ്പറ്റി എനിക്ക് പേരും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ എന്താ ലൈവായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് പ്രത്യേക സ്ക്രിപ്റ്റ് പഠിച്ചിട്ടും അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥലം ഒരു പ്ലാനായിട്ട് പോകുന്നതൊന്നുമല്ല. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടെടുത്ത് കയറിയ ഒരു അമ്പലമാണ്. ഭയങ്കര രസമാണ് നോക്കി കണ്ടോ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ല വാതിൽമേലെ നല്ല ഡിസൈൻ ഉണ്ടോ. കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും, പക്ഷേ കാണാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് നോക്കും. എന്ത് രസമാണ് അറിയാതെ. ഹലോ, പ്രാവുണ്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനൊരു അമ്പലം ഇങ്ങനെ ഈ ഒരു അമ്പലം മാത്രമല്ല, ഒരുപാട് അമ്പലങ്ങൾ തായ്ലൻഡിൽ ഇങ്ങനെ ടൂറിസം, അതായത് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല പല മേഖലകളും, ഇപ്പം പട്ടായയിലാണെങ്കിൽ പോലും മറ്റുള്ള ടൂറിസ്റ്റ് ഇൻഡസ്ട്രി ആയാലും പോലും ഹോട്ടലുകളായാൽ പോലും എല്ലാം തന്നെ സാഹചര്യം ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും താഴോട്ടാകാം. വലിയൊരു ചെണ്ടുണ്ട് കേട്ടോ. ചെണ്ടിനൊന്ന് മേടിച്ചു നോക്കാം. നല്ല എക്കോ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, സൈനിങ് ഓഫ്.